ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ മാത്രമല്ല, ഒരു 10-36 ആൾക്കാരുണ്ട്. കണ്ണൂർ ജില്ലയിലെ കുറ്റാട്ടൂർ എന്ന സ്ഥലത്തിലെ 4x4 സംഘത്തിൻ്റെ ഒരു ടൂർ പാക്കേജാണ്. ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൂർ പാക്കേജാണ്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര കേട്ടോ. അപ്പോൾ കുറേ അമ്മമാരാണ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നത്. ഞാൻ എല്ലാവരും കാണിച്ചു തരാം. ഞാനിപ്പം വീട്ടിലില്ലേ. ഏകദേശം ഒരു 1:30 ആകുമ്പോൾ നമ്മൾ കുറ്റാട്ടുനിന്ന് വിടും. നമുക്കിപ്പോൾ എപ്പം തന്നെ 1 മണി ആവാനായി. ഇനിയിപ്പോൾ കുറ്റാട്ടേക്ക് ഇടുന്ന ഒരു 10-15 മിനിറ്റ് ദൂരം ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ നമ്മൾ 36 ആൾക്കാരുള്ളത്. കുറ്റാട്ടുനിന്ന് നമ്മൾ മട്ടന്നൂർ എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് വൈകുന്നേരം 5 മണിക്കാണ് ഫ്ലൈറ്റ് കേട്ടോ. പിന്നെ വെച്ചാൽ എയർപോർട്ട് കാണാത്ത കുറേ ഏച്ചിമാരിലുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ട് മൊത്തം എല്ലാം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നിട്ടല്ലോ കേട്ടോ. എന്തോ ഒരു ബാഗെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ വീഡിയോ കാണുന്നവരിലും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. നാളെ ഞായറാഴ്ച ഫുൾ ടൈം നമ്മൾ തിരുവനന്തപുരത്ത് ഒരുവിധ സ്ഥലങ്ങളിലും കാണുന്ന ആഗ്രഹമുണ്ട്. രാവിലെ തന്നെ നമുക്ക് ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ പോകണം. പിന്നെ കോവളം ബീച്ച്, വിവേകാനന്ദപ്പാറ, കന്യാകുമാരി. അപ്പോൾ വീഡിയോയിൽ കാണാം, ബാക്കിയെല്ലാം വീഡിയോ കാണാം. അപ്പോൾ ഇനി നേരെ ഞാൻ കുറ്റാട്ടേക്ക് പോക്കാന്ന്. ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം ഗേസ്. അങ്ങനെ ഞാൻ കുറ്റാട്ടം എത്തിയിട്ടുണ്ട്. ഇതാ നമ്മളെ എയർപോർട്ടിലേക്ക് പോകുന്ന വണ്ടി കേട്ടോ. കുറേ ആൾക്കാർ കയറി വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്. ഇനി 2-3 ആൾക്കാരും കൂടി വരാനല്ലോ കേട്ടോ. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട്. 5 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1:30 ആയി. നേരത്തെ പോയാൽ ഇവർക്കെല്ലാവർക്കും ഒന്ന് എയർപോർട്ടിൽ ശരിക്കും കാണാമല്ല. എയർപോർട്ട് കാണാത്ത കുറേ ആൾക്കാരുണ്ട്. ഞാൻ എയർപോർട്ട് കുറേ വട്ടം കണ്ടിരുന്നു, പക്ഷേങ്കിൽ ഫ്ലൈറ്റിൽ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട്. നമ്മളിത് എയർപോർട്ടിലേക്ക് പോകുന്ന കേട്ടോ. നമ്മുടെ ഡ്രൈവറാട്ടെ. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പേടിയില്ല 2 ആളില്ലോ. ഒന്ന് ഞാനും ഒന്ന് ചൈതന്യം കേട്ടോ ഫ്ലൈറ്റ് കയറാൻ. അതുകൊണ്ട് ഇവളടുത്ത് തന്നെ ആയിരിക്കാന്ന് വിചാരിക്കുന്നത്. ഇവളടുത്ത് തന്നെ ആയിരിക്കും. അപ്പം നമ്മളങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവരും വണ്ടിയിൽ നിന്ന് കീഴുന്നുണ്ട്. നമ്മൾ ഏച്ചിമാരും അമ്മമാരും ആട്ടന്മാരും എല്ലാവരും. ഇപ്പോൾ ഫ്ലൈറ്റെല്ലാം കുറവായതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, മട്ടന്നൂർ. ഷാജി ചേട്ടാ, നമ്മൾ മൊത്തത്തിൽ എത്ര ആൾക്കാരില്ലേ? നമ്മളിപ്പോൾ 36 ആളാണ് പോകുന്നത്. 36 ആൾ. ശാസ്ത്രപടിയൊക്കെ 4x4 ക്ലബിൻ്റെ. നിങ്ങളപ്പോൾ ക്ലബിൽ നിന്ന് എത്ര ആൾക്കാരല്ലേ? നമ്മുടെ ക്ലബിൽ നിന്ന് ഇപ്പോൾ 2 ആളുണ്ട്. 2 ആളില്ല. നമ്മൾ 16 ആളുള്ള ക്ലബ്ബാണ്. 2 ആൾക്കാർ ഓടിയിട്ട് വരാം, തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ 36 ആൾ പോകുന്നുണ്ട്. 90% ആൾക്കാരും ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാരാണ്. അവരൊരു സന്തോഷം കൂടിയാണ്. ഞാനടക്കോ നമുക്ക് ഏതായാലും അടിച്ചു പൊളിച്ച് വരാം. ക്ഷേത്രം, കന്യാകുമാരി, അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഒരു ദിവസം തിരുവനന്തപുരം ഫുൾ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലും 2 ദിവസം ഫുള്ളായിട്ട്. ഫ്ലൈറ്റ് ഇപ്പം കറക്റ്റ് 5 മണിക്ക് ഫ്ലൈറ്റ്. ഇൻഡിഗോ എന്ന് പറഞ്ഞത്. എയർ ഇന്ത്യ അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം എത്രയ്ക്ക് അങ്ങെത്തും തിരുവനന്തപുരം? 6:30 ടൈം അല്ലേ? ഓക്കെ. എയർപോർട്ട് നമ്മളിതാ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോയെന്ന് എല്ലാവരോടും ലൈനായി നിൽക്കാണ് പറഞ്ഞിട്ടുണ്ട്. ഇതാ എല്ലാവരും ലൈനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇതാ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയെന്ന് ഓരോ ആൾക്കാരായിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെയും പേര് വിളിച്ചു. ഞാനിതാ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു കേട്ടോ. നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് എ സി ആട്ടോ. പുറത്ത് നല്ല ചൂടാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ മൊത്തം എ സി ആണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മോളാട്ടാ. പ്രായം കുറഞ്ഞ മോള്. അവിടെ നീ ആദ്യമായിട്ടല്ല ഫ്ലൈറ്റ് കയറുന്നത്? എന്ത് പേടിയുണ്ടോ?
അപ്പം എനക്ക് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അല്ലേ? അടിപൊളി. പിന്നെ പ്രായം കുറച്ച് കൂടുതൽ ഒരാൾ ആടിയതാ, പിന്നെ കുറച്ച് കൂടുതൽ, പിന്നെ കുറച്ച് കൂടുതൽ, പിന്നെ കുറേ കൂടി ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഇവർ വന്നപാട് നമ്മളെ സ്വീകരിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഹലോ, പേര് പറയൂ. നന്ദന. എന്തായിരുന്നു? എന്ത് എവിടെ? സൂര്യ സിൽക്സിൽ. പിന്നെ ആദ്യമായിട്ടില്ലേ ഫ്ലൈറ്റ് കയറുന്നത്? എന്ത് പേടിയുണ്ടാ? ചെറുതായിട്ട്. എൻ്റെ അത്രയും ഉണ്ടാവില്ല അല്ലേ? ചൈതന്നൊക്കെ എന്നെ പേടിയില്ലല്ലോ, ഒരു പേടിയില്ല. ആദ്യമായിട്ടല്ലേ? നീ ആദ്യമായിട്ടല്ലേ? ഇത് നമ്മളൊരു ചങ്ങായിൻ്റെ അമ്മയാണ്. ആരെ വിളിക്കുന്ന? ഓൻ തന്നെയാ? അങ്ങനെ വിളിച്ചിട്ട് സന്തോഷം അറിയിക്കല. എന്നിട്ട് ആദ്യമായിട്ടില്ല ഫ്ലൈറ്റ് കയറുന്നത്? എന്നുണ്ട് സന്തോഷമല്ലേ? ചേച്ചി എന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറെടുക്കലേന്ന്. വേറെ പേടിയൊന്നുമില്ലല്ലോ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ. അടിപൊളി, നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലേ? ആദ്യമായിട്ടില്ലേ? സന്തോഷമല്ലേ? നമ്മളേറ്റവും പ്രായം കൂടിയ അച്ചാച്ച എന്നിട്ട് ഫ്ലൈറ്റിൽ ആദ്യമായിട്ടില്ലേ? ആദ്യമായിട്ട്. സന്തോഷം തന്നെ. എയർപോർട്ട് ഇവിടെ മട്ടന്നൂർ ഇവിടെ തന്നെയാ? ഇവിടെ വന്നിട്ട് ഇതൊരു ഉള്ളിൽ കയറിയിട്ടില്ല. കയറിനാ? ഉള്ളിലും കയറിന്? അന്നേരം കയറിന്. ഇതുവരെ ഫ്ലൈറ്റ് കയറിയിട്ടില്ല. ആദ്യമായിട്ട്. എന്തുണ്ട്? ആദ്യമായിട്ടില്ലേ? ഞാനും ആദ്യമായിട്ട് തന്നെ. ആദ്യമായിട്ടില്ലേ? പേടി ചെറുതായിട്ടുണ്ട് പേടി. നമ്മളെ എയർപോർട്ടിൽ നിന്ന് നമ്മളൊരു മൂത്തമ്മേൻ്റെ മോളുണ്ട്, ഓളിവിടെ ഡ്യൂട്ടിക്കില്ലതാണ്. അപ്പോൾ ഓളിവിടുന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ വരുമ്പോൾ ഇവിടെ വിളിച്ചിനായിരുന്നു. അപ്പോൾ ഇവളിപ്പം ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. നീ ഇവിടെ കുറേ വർഷമായി? എത്ര വർഷമായി? 3.5 വർഷമായി. എന്തുണ്ട് ഫ്ലൈറ്റിൻ്റെ അവസ്ഥ? കുറവല്ലേ? ഇപ്പോൾ നമ്മളീ പോകുന്ന ഒരു 5 മണിൻ്റെ ഫ്ലൈറ്റ് മാത്രമേ നിലവിലുള്ളൂ. ഇന്ന് രാത്രി ഉണ്ടാ? ഒന്നുമില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ ഉണ്ടാ? ടൈം ഉച്ചയ്ക്ക് ശേഷം. ഇപ്പം ഫ്ലൈറ്റെല്ലാം കുറവാട്ടാ. ഇന്നിപ്പോൾ 5 മണിക്ക് ശേഷം കഴിഞ്ഞാൽ പിന്നെ നാളെ ഉച്ചയ്ക്ക് ശേഷം ഇല്ലു. അപ്പോൾ ഇവർക്ക് ഫ്ലൈറ്റൊന്നും ഇല്ലാത്ത ഒരു പണിയും ഇല്ല, വെറുതെ ഇങ്ങനെ നിൽക്കലല്ലേ. പിന്നെ നമ്മളിത് കൃത്യ ടൈമല്ലേ? ലേറ്റ് ഒന്നും ഇല്ല. 5 മണിക്ക് അതല്ലേ? അപ്പം നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചിട്ടെല്ലാം കണ്ടിട്ടില്ലോ കേട്ടോ. ഇതിപ്പോൾ അങ്ങനെ കൈമ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളെ ഷൈജുവാട്ടൻ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റ് യാത്രക്ക് ഓക്കെ പറഞ്ഞു കേട്ടോ. ആദ്യം ഞാൻ വരുന്നില്ലാലും പറഞ്ഞാണ്. ഷൈജുവാട്ടൻ പറഞ്ഞു നീ എന്തായാലും വരുന്നതാണ്, അത്രയും നിർബന്ധിച്ച് നമുക്ക് സ്നേഹവും സപ്പോർട്ടും തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ യാത്രയിൽ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഷൈജുവാട്ടാ നന്ദി, സ്നേഹം. എന്നെ റോഷനെ എന്താ നമ്മളെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. എന്നോട് ഇങ്ങനെ ഇരിക്കുവാ? എന്നോട് ഇങ്ങനെ ഇരിക്കുവാണ്. എല്ലാവർക്കും കിട്ടി. എന്നാണ് നമ്മൾ എത്ര സമയം ഇരിക്കേണ്ടി വരും? അതിലൂടെ പോകണ്ടേ? ഇവിടെ ഇപ്പോൾ കുറേ സമയം ഇരിക്കണം. എല്ലാവരും കിട്ടി. ഇവിടെ ഉണ്ടായത് കുറച്ച് ധൈര്യമായി കേട്ടോ. അറിയുന്നവരുണ്ടാവും, നമുക്കല്ല ഇതല്ലേ. നിന്റെ ബാക്കിയുള്ള സ്റ്റാഫെല്ലാം കൊടുത്തു? വെറുതെ ഇരിക്കല്ലോ, പണിയൊന്നുമില്ലല്ലോ. ഒരു പണിയില്ല. നിങ്ങൾക്ക് എത്ര മണിയാണ് ഡ്യൂട്ടി? 8 to 8. രാവിലെ കയറിയതല്ലേ? ഇപ്പോൾ രാവിലെ 8 മണിക്ക് ഡ്യൂട്ടി കയറിയതാണ്. വൈകുന്നേരം 8 മണിയാണ് ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി പറയാനില്ല കേട്ടോ. ഒന്ന് നിലവിൽ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഒരു പണിയും ഇവർക്കില്ല കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്. അത് തന്നെ എന്തോ ചുരണ്ടുന്നുണ്ട്. ഇവിടെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇവരോട് പറഞ്ഞൊന്ന് ചുരണ്ടിക്കോന്ന് പറഞ്ഞിട്ട് ചുരണ്ടുന്നുണ്ട്. എത്രയാ? 800 റുപ്യ. 1900 റുപ്യൻ്റെ കൂളിംഗ് ഗ്ലാസ് 800 റുപ്യക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് വാങ്ങിക്കോ, പോയി വാങ്ങണേ. ഡിസ്കൗണ്ട് കഴിച്ചിട്ടില്ല 800. കഴിഞ്ഞില്ലേ? ഇവിടുന്ന് നമ്മളെ ബാഗും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ചാനലിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. എന്തുണ്ട് ഉഷാറല്ലേ? നമ്മളെ ഷർത്താട്ടൻ ക്യാമറയിൽ എടുത്തിട്ട് വന്നിന്. അപ്പോൾ അമ്മമാരെ ഫോട്ടോയിൽ എടുത്തിട്ട് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മളൊരു ഫാമിലിയാണ്. ബിന്ദു ആൻറ്റി സുഖമല്ലേ? എന്തുണ്ട്? ഇവിടെ ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റ് യാത്ര? എന്തുണ്ട്? നല്ല ഹാപ്പി ഇല്ലാന്ന്?
വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിന്? ഫ്ലൈറ്റിൽ ഫുഡെല്ലാം ഉണ്ടാവാ? നല്ല ഫുഡ് ഉണ്ടാവും, അതേപോലെ പൈസ കൊടുക്കേണ്ടി വരും. അമ്മച്ചി ഒന്നുണ്ട് ഉഷാറല്ലേ? അടിപൊളി. ഹണിനെ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? എൻ്റെ ഉള്ളിൽ കയറിലും പറഞ്ഞിട്ടില്ലേ? അടിപൊളി. നമ്മളിതാ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ടൈമായി, ഏകദേശം 4:15. 5 മണിക്കാണ് ഫ്ലൈറ്റ്. ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയണ്ടേ, നല്ല സന്തോഷമുണ്ട്, ചെറുതായിട്ടൊരു പേടിയുണ്ട്. നമ്മളെ ഏച്ചുമാരിലിതാ അമ്മമാർ, ഏച്ചുമാരെല്ലാവരും, ഏട്ടന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. എന്താ മുഖത്തെ സന്തോഷം കണ്ട? ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാനുള്ള ഒരു സന്തോഷമാണ് നമ്മൾ മുഖത്ത് കാണുന്നത്. എന്താ പേടിയില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഒട്ടും പേടിയില്ല. ഒരു പേടിയും പേടിക്കണ്ട. എന്നിട്ട് എവിടെയാ പോകുന്നത് നിങ്ങൾ? ഞാൻ വരുന്നില്ലപ്പാ, ഞാൻ നിങ്ങൾ പോയിട്ട് വാ. എല്ലാവരും നല്ല സന്തോഷത്തിലില്ല കേട്ടോ. നമ്മൾ 36 ആളെ കൂട്ടത്തിൽ 3-4 ആൾക്കാരെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പ്രായമുള്ള അമ്മമാർക്ക്, ഏച്ചുമാർക്കെല്ലാം ഒരുപാട് സന്തോഷത്തിലില്ല അവർ. തൊട്ടപ്പുറം തന്നെ നമ്മളെ ഫ്ലൈറ്റ് അവിടെ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കലാന്ന്. കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്. അങ്ങൊരു ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഫ്ലൈറ്റ് കാണില്ല അല്ലേ? വെളിച്ചാണ്ട് കാണുന്നുണ്ടല്ലോ. അവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. നമ്മളെ ഫ്ലൈറ്റ് ഇത് നേരെ പുറകിലേ ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഏച്ചുമാറിലിവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മളെ ഫ്ലൈറ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടുന്ന് ത്രൂ ആയിട്ട് ഫ്ലൈറ്റിലേക്ക് കയറി വയ്യ. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയെന്ന്. ആ കേൾക്കോ, അടിപൊളി. ഓക്കെ, നമ്മൾ മാത്രമേ ഇനി കയറാനില്ല കേട്ടോ. ബാക്കി എല്ലാവരും കയറി അതിൻ്റെ ഉള്ളിൽ ഇരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് ഫോട്ടോ ഷൂട്ടെല്ലാം കുറച്ച് ലേറ്റായി. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. 5 മണിക്ക് നമ്മളെ ഫ്ലൈറ്റ് യാത്രയാവും. ഇവിടുന്ന് ഇങ്ങനെ ചെക്കിങ് നടന്നു കൊടുക്കുന്നു. ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് അടുത്ത ദിവസം തന്നെ വരും. ഓക്കെ, ബൈ ബൈ.